പേരാമ്പ്ര അനു കൊലക്കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ്. പ്രതി മുജീബിനെ കൊല നടത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുന്നു. പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. രാഹുൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, വലിയ പ്രതിഷേധം ഉണ്ടാകാതെ തരമില്ല, കാരണം അത്രമേൽ അന്യായമായൊരു കൊലപാതകമാണ് ഉണ്ടായത്. നാട്ടുകാർ എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? തെളിവെടുപ്പ് പൂർത്തിയായോ? മാധ്യമ ആളിക്കത്തി എന്നുള്ളതാണ്. കൂടുതൽ സെക്കൻഡുകൾ കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതി മുജീബ് റഹ്മാനുമായി പോലീസ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. തെളിവെടുപ്പിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഈ പ്രതിയെ കാത്ത് നാട്ടുകാർ അവിടെ തടിച്ചുകൂടി നിന്നിരുന്നു എന്നുള്ളതാണ്. ഈ തെളിവെടുപ്പിന് എത്തിക്കുന്നതിന് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ ജനപ്രതിനിധികളൊക്കെ വന്ന് നാട്ടുകാരോട് സംസാരിച്ചു. തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്, നിങ്ങൾ സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് പോലീസ് പ്രതിയുമായി ആളൂരിലേക്ക് എത്തുന്നത്. അതായത് ഇവിടെ ഈ തോട്ടിലാണ് പ്രതിയായ മുജീബ് റഹ്മാൻ അനുവിനെ തല വെള്ളത്തിൽ ചവിട്ടിത്തട്ടി കൊലപ്പെടുത്തുന്നത്. പക്ഷേ ജനങ്ങളുടെ ഒരു പ്രതികരണം അത് പോലീസൊക്കെ അഭ്യർത്ഥിച്ചതുപോലെ ആയില്ല. ജനരോഷം അത് തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. മുഖം കുറച്ചാണ് പ്രതിയെ കൊണ്ടുവന്നത്. ഈ സ്ഥലത്ത് തന്നെ വെച്ച് തന്നെയല്ലേ കൊലപാതകം നടത്തിയെന്ന് ചോദിച്ചു. അതിന് പ്രതി മറുപടി നൽകി. സെക്കൻഡുകൾക്കകം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വാഹനത്തിൽ കയറ്റി പ്രതിയുമായി പോലീസും മടങ്ങുകയാണ് ഉണ്ടായത്. അസഭ്യവർഷം അതുപോലെ തന്നെ തൂക്കി വിളിച്ചു. ഈ പ്രതിയെ പോലീസ് ബസ്സിൽ കയറ്റിയ സമയത്ത് പോലീസ് ബസ്സിന് നേരെ കല്ലെറിയുന്നത് വരെ എത്തി ചില ആളുകളുടെ ഒരു പ്രതികരണം എന്നുള്ളതാണ്. കാരണം അത്രയും ക്രൂരമായ ഒരു കൊലപാതകമാണ്. ആ നാടിനെ ഒന്നാകെ നടുക്കിയ. അനു ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണങ്ങൾ അത് കവരുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥിരം കുറ്റവാളിയായ ക്രിമിനലായ മുജീബ് റഹ്മാൻ അനുവിനെ കൊലപ്പെടുത്തുന്നത്. അനു എന്ന ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കുന്നതിന് വേണ്ടി റോഡിലൂടെ പോകുന്ന സമയത്ത് ഇയാൾ ബൈക്കിൽ, അതും തന്നെ മോഷ്ടിച്ച ബൈക്കാണ്, മോഷ്ടിച്ച ബൈക്കിൽ വരികയും അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ബൈക്കിൽ ലിഫ്റ്റ് വേണമെന്ന് ചോദിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ബൈക്കിൽ കയറിയ അനുവിനെ ഈ തോട്ടിന്റെ സ്ഥലത്തെത്തിയ സമയത്ത് ബൈക്ക് നിർത്തി ഇറങ്ങുകയും തോട്ടിലേക്ക് തള്ളിയിടുകയും കല്ലിൽ തലയിടിച്ച് അബോധാവസ്ഥയിലായ അനുവിനെ തോട്ടിൽ ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തും. അതുപോലെ അതിനുശേഷം ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ കവരുകയാണ് ചെയ്തിരുന്നത്. ഈ പ്രതിയെ പിടികൂടിയ സമയം മുതൽ, അതായത് ഞായറാഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊണ്ടോട്ടിയിലെ വീട്ടിൽ ഇയാളെ പോലീസ് പിടികൂടി. ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. പേരാമ്പ്ര കൊലപാതക കേസിൽ പ്രതി മുജീബിനെതിരെ ജനരോഷമുണ്ടായിരിക്കും. തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് ജനങ്ങൾ പ്രതിക്കെതിരെ തിരിഞ്ഞത്.